ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാരും അറിഞ്ഞില്ലേ, നമ്മുടെ ഷൈൻ ടോൺ ചാക്ക് പെട്ടു. അവനെയൊക്കെ കണ്ടാലറിയാം, ഇവനൊക്കെ ഫുള്ള് കഞ്ചാവ് മയക്കുമരുന്നൊക്കെയാണെന്ന് കണ്ടാലേ അറിയാം. എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലത്തെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം നമ്മൾ പല ഇന്റർവ്യൂയിലായിക്കോട്ടെ, എന്താ പറയാ, പല സ്ഥലങ്ങളിലും ഇയാളെ കാണുമ്പോൾ ഇയാൾ എന്തോ ഒരു വട്ട് പിടിച്ച പോലെ, പ്രാന്ത് പിടിച്ച പോലത്തെ ഒരു എന്താ പറയാ, ഒരു ഇളക്കം പിടിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം വിൻസി എന്ന് പറയുന്ന ഒരു നടി തന്നെ ഒരു നടനെതിരായിട്ട് ഒരു എന്താ പറയാ, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നടന്റെ പേര് അവര് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞു, അവര് ഉദ്ദേശിച്ച ഒരു നടൻ ഷൈൻ ടോം ചാക്കോയാണ്. കാരണം അവര് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയില് ഷൈൻ ടോം ആണെന്നുള്ളത് അവര് പരാതി കൊടുത്തു. അങ്ങനെ എന്തായാലും ഷൈൻ ടോം ആണ് ഈ നാർത്തരം കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട്, ആ ഒരു സിനിമ ഇതുവരെ എന്താ പറയാ റിലീസ് ആയിട്ടില്ല, അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. വരാനിരിക്കുന്ന ഒരു സിനിമയാണ്, സൂത്രവാക്യം എന്നോ മറ്റാണ് ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്നോ കഞ്ചാവോ എന്തൊക്കെയോ അടിച്ചു കയറ്റിയിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും അവര് ഡ്രസ്സ് മാറാൻ പോയപ്പോഴത്തേക്കും ഇയാളും കൂടെ ചെല്ലാമെന്ന് പറയുകയും കൂടെയുള്ള വേറൊരു സഹപ്രവർത്തകയായിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനും ഇതേ രീതിയിലുള്ള മോശം അനുഭവം ഈ പറയുന്ന നടനിൽ നിന്നുണ്ടായി. പക്ഷെ ഇവരൊന്നും ആ ഒരു സമയത്ത് ഇവര് അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അപ്പൊ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന നടി പ്രതികരിച്ചിരുന്നു. പക്ഷെ അപ്പോ എന്തെങ്കിലും ഇയാൾക്കെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോകും. പിന്നെ അതിലെ സംവിധാനം ഡയറക്ടറൊക്കെ ഇയാളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു സിനിമ പൂർത്തിയാക്കിയത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന വിൻസി ഇതിനെതിരായിട്ട് പരാതി നൽകുകയായിരുന്നു. കാരണം ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇതുപോലുള്ള അവസ്ഥ വരരുത്. കാരണം ഇവർക്ക് സിനിമ ലൊക്കേഷനിലൊക്കെ ഇതുപോലെ മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഈ നടിമാരുടെ അടുത്ത് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വിൻസി പറയുന്നുണ്ട്, പല എന്താ പറയാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും എല്ലാവരും പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കുകയും അതുപോലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ നടന്മാരൊക്കെ പക്ക ഫ്രോഡുകളാണ് എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ ഷൈൻ ടോമിന്റെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവനെ കണ്ടാലേ ഒരു ഞരമ്പനാണെന്നും ഒരു എന്തൊക്കെയോ ഒരു കുറവുകളുള്ള ഒരു വട്ടനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും അതിപ്പോ പൂർണ്ണമായിരിക്കുകയാണ്. ഇവനെയൊക്കെ ഉണ്ടല്ലോ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. എന്തിനാണ് ഇതുപോലെയുള്ള വട്ടന്മാരെയും പ്രാന്തന്മാരെയും അല്ലെങ്കിൽ മയക്കുമരുന്നും ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ട് ബോധമില്ലാതെ നടക്കുന്ന ഇവനൊക്കെ എന്തിനാണ് സിനിമയിൽ അവസരം കൊടുക്കുന്നത്? എത്രയെത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ അവസരങ്ങളും എല്ലാം കൊടുക്കുക. അല്ലാതെ ഇതുപോലുള്ള എന്താ പറയാ, ഇതുപോലുള്ള നാണകെട്ടന്മാർക്കൊക്കെ എന്തിനാണ് സിനിമയിൽ അവസരങ്ങൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് അഭിനയവാ, എന്തൊക്കെയോ കാണിക്കുന്നു വട്ടുപിടിച്ചതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെതിരായിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെ നമ്മളും വിചാരിക്കുന്നു. എന്തായാലും ഈ പെണ്ണ് സിനിമാ സംഘടനയിലൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. എന്തായാലും ഇന്നലെ ഇതുപോലെ എന്തോ ഒരു പരിശോധനയുടെ മയക്കുമരുന്ന് പരിശോധനയുടെ ഇടയിൽ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ ഒരു CCTV ദൃശ്യം നമ്മൾ എല്ലാവരും ന്യൂസ് ചാനലുകളിൽ കണ്ടു. അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇവനൊക്കെ പക്കാ ഫ്രോഡാണ്, ഇവനൊക്കെ ഫുള്ള് മയക്കുമരുന്ന് കഞ്ചാവ് എല്ലാം ആണെന്നുള്ളത് 100% ഷുവർ ആണ്. ഇവനെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യണ്ടേ? ഇവൻ ഉണ്ട്, പിന്നെ ഇപ്പൊ ഇവന്റെ ഒരു പേര് മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള എല്ലാ അവന്മാരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എല്ലാ നടിമാരും അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവം, ഇതുപോലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ നടിമാരും ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കാം തുറന്നു പറയാത്തത്. അല്ലെങ്കിൽ ഇതുപോലെ തുറന്നു പറഞ്ഞാൽ അവർക്ക് പിന്നീട് സിനിമയിൽ അവസരം കിട്ടാതെ വരുമോ, അങ്ങനെയുള്ള ഭയം കൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഈ ഒരു പെൺകുട്ടി അല്ലെ ഈ ഒരു നടി ആ ഒരു എന്താ പറയാ പേര് ഇതുവരെയും ഈ പെണ്ണ് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലായി, പരാതി കൊടുത്തതിൽ ഷൈൻ ടോം ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ ഓരോ നടിമാരും മുന്നോട്ട് വരണം. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരു തുറന്നു പറയണം. അത് ഏത് നടനിൽ നിന്നാണെങ്കിലും അത് തുറന്നു പറയുക തന്നെ വേണം. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.